ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ആദ്യം കഴിഞ്ഞ വർഷം തന്നെ തുടക്കത്തിൽ കമലഹാസൻ രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലിൽ തലൈവർ 173 പ്രോമോ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്, സുന്ദർ സിയാണ് ഡയറക്ടർ ആൻഡ് രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് മഹേന്ദ്രനും കമൽഹാസനും ചേർന്ന്. പിന്നെ വരുന്നത് രജനി ആയിരിക്കും നായകൻ. അപ്പോഴേ മ്യൂസിക് ഡയറക്ടർ ആരെന്ന് അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് എന്തോ ഒരു ഇഷ്യൂ കാരണം സുന്ദർ സി പിന്മാറി. അതായത് ഇവർ പ്രോമോ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതായത് 2-3 ദിവസത്തിന് ശേഷം എല്ലാ തകിടം മറിഞ്ഞു. സുന്ദർ സി പിന്മാറി, സിനിമയിൽ നിന്ന് മാറി വേറൊരു ഡയറക്ടറേക്ക് പോകുന്നത്. ഇഷ്യൂസ് കുറെ പറയുന്നുണ്ട്, പേഴ്സണൽ ഇഷ്യൂസ് പറയുന്നുണ്ട്, പിന്നെ സ്റ്റോറി വൈസ് വീണ്ടും എന്തോ താല്പര്യക്കേട് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് അതേ തലൈവർ 173 പുതിയൊരു ഡയറക്ടറുമായിട്ട് അതേ രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ കൈകൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് ഏതാണ് എന്താണെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ ഡയറക്ടർ ആരായിരിക്കും തലൈവറിന് രജനീകാന്തിന് ചെയ്യാൻ പോകുന്ന നോക്കാം. വാ, ലിയോയാ മോശം പോസ്റ്റർ. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ. അതോടെ കമൽഹാസൻ പ്രസൻസ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. BGM കൊള്ളാം. റോക്ക് സ്റ്റാർ. ഫിലിം ബൈ സിബി ചക്രവർത്തിയാ. തലൈവർ 173. Every hero has a family. Every family has a hero. തലൈവർ 173 ആരംഭിക്കലാമ. യൂണിവേഴ്സ് വല്ല ആണോടെ? സൂപ്പർ സ്റ്റാർ പൊങ്കൽ 2027. ഇപ്പോ തളപതി പൊങ്കലാണ് 2026. 2027 സൂപ്പർ സ്റ്റാർ പൊങ്കലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ലാസ്റ്റ് ഒന്ന് ബീറ്റ് ഒന്നുകൂടെ കേട്ടോ. കൊള്ളാല്ലേ ആ ലിറിക്സും കാര്യങ്ങളുമായിട്ട്. ഒന്നുകൂടെ കേൾക്കാം. Wow. Every hero has a family. Every family has a hero എന്നാണ് അവർ പറയുന്നത്. ഇതില് സിബി ചക്രവർത്തിയാണ് സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധിന്റെ മ്യൂസിക്കലാണ്. ആൻഡ് കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിബി ചക്രവർത്തി ആരാന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ശിവകാർത്തികന്റെ ഡോൺ സിനിമ, കോമഡി റൊമാൻറ്റിക് ജോണറിലുള്ള ഡോൺ സിനിമ കണ്ടവർക്ക് അറിയാം. അത് തമിഴ്നാട്ടിൽ 100 കോടി അടിച്ച പടവും കൂടെയാണ്. ഓവറോൾ 100 കോടി കളക്ഷൻ കിട്ടിയൊരു പടമാണ്. സിബി ചക്രവർത്തിയുടെ ആദ്യ പടവും കൂടെയാണ് ഡോൺ. അപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറാണ് സിബി ചക്രവർത്തി. അപ്പോൾ പുള്ളിയാണ് ഇപ്പോൾ രജനീകാന്തിനെ വെച്ച് ചെയ്യാൻ പോകുന്നത്. എവറി ഫാമിലി ഹാസ് എ ഹീറോ, എവറി ഹീറോ ഹാസ് എ ഫാമിലി. എല്ലാ ഫാമിലിയിലും ഒരു ഹീറോ ഉണ്ടാവും, എല്ലാ ഹീറോയിനും ഒരു ഫാമിലി ഉണ്ടാവും. ആക്ച്വലി ഇതിന്റെ ഒരു പോസ്റ്റർ വൈസിൽ വരുമ്പം ഇവിടെ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഏജന്റ് ടൈപ്പ് തന്നെയാണ് പറയുന്നത്. ഒരു പഴയ ഒരു ഗാങ്സ്റ്റർ ഇപ്പൊ മാറി സാധാരണ ജീവിക്കുന്നത്. അതായത് ഇവരുടെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അനൗൺസ്മെന്റിന്റെ. അതിലുള്ളത് ടൈലർ സിസേഴ്സ് ഉണ്ട്, അതായത് കത്തിരികൾ, പിന്നെ നൂലിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ മേലിൽ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, പിന്നെ വരുമ്പോൾ ഇവിടെ തോക്കുണ്ട്, പിന്നെ ബുള്ളറ്റ് ഉണ്ട്. ആക്ച്വലി ഇത് നമുക്ക് ഒന്ന് ഗസ് ചെയ്തെടുക്കാൻ വേണ്ടി പറയുവാണെങ്കിൽ പാസ്പോർട്ട്, തോക്ക്, ബുള്ളറ്റ് എല്ലാം ഉണ്ട്. സംഭവം ഒരു ഗ്യാങ്സ്റ്റർ ആണ് ആര്, രജനീകാന്ത് ഒരു ഗ്യാങ്സ്റ്റർ ആണ്, അതിൽ സംശയമൊന്നുമില്ല. പുള്ളി സാധാരണക്കാരനായിട്ട് നാട്ടിൽ ടൈലർ കച്ചവടക്കാരനായിട്ട്, അതായത് തച്ച് കിടക്കുന്ന സ്റ്റിച്ചിങ് ചെയ്യുവാണ് പുള്ളി, സ്റ്റിച്ചിങ്. അപ്പം അത് കാരണം ആ കത്തികളും നൂലുകളും ഉണ്ട്, അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്യാങ്സ്റ്റർ നാട്ടിൽ സാധാരണക്കാരനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടത്ത് ഒരു സംഭവം ചെയ്തിട്ട് ഇവിടെ അറിയാത്ത പോലെ വന്ന് താമസിക്കുകയാണ് ഗ്യാങ്സ്റ്റർ. അതായത് കത്തിരി വെച്ച് ടൈലറിങ് പണി ചെയ്യുകയാണ്. തയ്യൽക്കാരനാണ് രജനിയായിട്ട് വരുന്നത് എന്നാണ് ആ ഒരു പോസ്റ്റർ കോഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഒരു ഗ്യാങ്സ്റ്റർ ഇങ്ങനെ വരികയാണ്. ഇനി ഇതിലിപ്പം ആ ഒരു എന്താ പറയുക, മോശം പോസ്റ്ററിൽ രജനിയെ കാണിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് പേട്ട ലുക്കാണ് തോന്നിയത്.
നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ കാണുമ്പോൾ ഒരു പേട്ട ലുക്ക് അതിലുണ്ട്, പേട്ട സിനിമയിലെ ലുക്ക് കൊള്ളാം. പക്ഷെ സൂപ്പറായിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു വയസ്സ് കുറയിപ്പിച്ച് ഒരു എനർജറ്റിക് ആയിട്ടുള്ള രജനിയെ വീണ്ടും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. കാണാൻ പറ്റട്ടെ. ആൻഡ് മ്യൂസിക് വരുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ്. ആസ് യൂഷ്വൽ ചെറുക്കൻ കത്തിക്കും, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. ഇപ്പൊ ജനനായകൻ ഇട്ടിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലും വേറെ സംശയമൊന്നുമില്ല. ആൻഡ് അനിരുദ്ധിന്റെ ട്രിബ്യൂട്ട് ആയിരിക്കും വിജയ് സാറിന് ജനനായകൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വേറെ സംശയം ഞങ്ങൾക്കും ഇല്ല, ട്രിബ്യൂട്ട് തന്നോളും. ആൻഡ് ഇപ്പോൾ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധാണ്. ബട്ട് കുറച്ച് ട്രോളുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതായത് ഇതില് ജെൻ മാർട്ടിൻ എന്ന പുള്ളിയാണ് ഈ മ്യൂസിക് ചെയ്തിട്ടുള്ളതെന്ന്. അതായത് ജെൻ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റ് ആണ്, ഇന്ത്യൻ മ്യൂസിക് കമ്പോസറാണ്. കവിൻ നിങ്ങൾക്ക് അറിയായിരിക്കും. തമിഴ് നടൻ കവിന്റെ ദാദാ, കിസ്, പിന്നെ ബ്ലഡി ബക്കർ സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്തതാണ് ജെൻ മാർട്ടിൻ. അപ്പോൾ പുള്ളിയാണ് ഈ മ്യൂസിക് ചെയ്തതെന്നും കൂടെ ഒരു വദന്തിയുണ്ട്. അപ്പം അത് എത്രമാത്രം കറക്റ്റ് ആണെന്നറിയില്ല. കുറച്ച് പേര് എഴുതുന്നത് ഹിപ്പ് ഹോപ്പ് തമിഴായിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്ന്. കാരണം സുന്ദർ സിയുടെ സിനിമയിൽ ഇതേപോലെ ആ ടൈമിൽ ഇങ്ങനെ ചെയ്തു വെച്ചപ്പോൾ അവർ വീണ്ടും ഈ മ്യൂസിക് ആഡ് ചെയ്തതായിരിക്കും എന്നുള്ളതൊക്കെ എന്താണെന്ന് പറയില്ല. പക്ഷെ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് വരുമ്പം അനിരുദ്ധ് തന്നെ ആയിരിക്കും മിക്കവാറും ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതും അനിയുടെ ഒരു ജെമ്മായിരിക്കും, അല്ലെ അനിയുടെ ഒരു സംഭവം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എനിക്ക് ഇപ്പോഴാണ് എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ. കാരണം ഇതിൽ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ 2-3 റീൽസ് കണ്ടായിരുന്നു. അപ്പം റാൻഡമായിട്ട് വന്നതാണ്. അപ്പോൾ അനിരുദ്ധ് അല്ല ചെയ്തത്, അനിരുദ്ധ് ജനനായകന്റെ വർക്കുമായിട്ട് ബിസിയാണ്, ഇത് വേറെ ഒരാളാണ് ചെയ്തതെന്നൊക്കെ. അപ്പം കമന്റിലൊക്കെ ജെൻ മാർട്ടിൻ എന്നൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ആ ഇൻഫർമേഷൻ എത്രമാത്രം കറക്റ്റ് ആണെന്ന് അറിഞ്ഞോളൂ. പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഇതാണെങ്കിൽ ആ മ്യൂസിക് ഡയറക്ടറിന്റെ കാര്യമേ വരൂ. അപ്പൊ ഇതും ചെയ്തത് അനിരുദ്ധ് ആവാനാണ് സാധ്യത എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അനിരുദ്ധാണ് ഇത് ചെയ്തതെങ്കിൽ അതിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അനിരുദ്ധിന് ആ ഒരു ട്രംപറ്റ് സാധനങ്ങളൊക്കെ ഒരു ലോഡ് കയ്യിലുണ്ട്. അപ്പൊ പുള്ളി അത് ഇറക്കി വിട്ടോളും. അനിരുദ്ധാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് വലിയ സർപ്രൈസിംഗ് ഒന്നും ആവുന്നില്ല. കാരണം അനിരുദ്ധ് ചുമ്മാ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും അനിരുദ്ധാണ് ചെയ്യണമെങ്കിൽ ഒരു മാജിക് സംഭവം തന്നെയാണ്. ആ ഒരു പാട്ട്, അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നത്. കലബറമേ ആ ഒരു ലിറിക്സ് പുള്ളി നന്നായിട്ട് ചെയ്യും. പിന്നെ അനിയുടെ മ്യൂസിക് നിങ്ങൾക്ക് അറിയാം, കത്തിക്കും. ആൻഡ് രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, കമലഹാസനെ രജനീകാന്ത് 2 ലെജൻഡ് ഒന്നിക്കുന്നതാണ്. മിക്കവാറും 2 പേരും വരുന്ന ഒരു സീനൊക്കെ എന്തായാലും തിയേറ്ററിൽ വരാൻ, സ്ക്രീനിൽ കാണിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. കാരണം ഈ ഒരു അവസരം കമലഹാസനെയും കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 പേരും ഒരുമിച്ച് എത്രയോ നാളുകൾക്ക് ശേഷം ഒരു സ്ക്രീനിൽ ഒറ്റ ഇതിലായിട്ട് വരുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ഫാൻസുകാർക്കും അല്ലെങ്കിൽ തമിഴ്നാട്ടിനും വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർ 2 പേരും ഒരുമിച്ച് വരുന്ന ഒരു സീനും കൂടെ എന്തായാലും തിയേറ്ററിൽ കാണുമെന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. ആൻഡ് സിബി ചക്രവർത്തി നമ്മൾ ആരും തള്ളിപ്പറയാൻ പാടില്ല. ഞാൻ ഒരുപാട് ട്രോള് കണ്ടു ഈ ഇതിൽ റാൻഡമായിട്ട് കണ്ടാൽ സിബി ചക്രവർത്തി ഒന്നും പറ്റൂലെന്ന്. പക്ഷെ ചിലപ്പോൾ അവർക്ക് സുന്ദർ സിയുടെ സ്ക്രിപ്റ്റിനേക്കാളും സിബി ചക്രവർത്തിയുടെ സ്ക്രിപ്റ്റ് മനസ്സിലായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് മാറ്റിയതെന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് സിബി ചക്രവർത്തി ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഗ്യാങ്സ്റ്റർ ടൈപ്പ് പടം തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. കാരണം അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ആ ഒരു പോസ്റ്റർ അവർ റിലീസ് ചെയ്തപ്പോൾ അതിൽ തോന്നിക്കുന്നുണ്ട് പാസ്പോർട്ട്, ബുള്ളറ്റ്, പിന്നെ എന്താ പറയുക, തോക്ക് എല്ലാം ഉണ്ട്. ആൻഡ് അവസാനം കത്തിരിയൊക്കെ ആയിട്ട് ഒരു നൂലൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ സാധാരണയായിട്ട് നാട്ടിൽ വന്ന് തയ്യൽ പണി ചെയ്ത് ജീവിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും വില്ലന്മാരൊക്കെ വരുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും ആസ് യൂഷ്വൽ കണ്ട കാര്യങ്ങളൊക്കെ ഗ്യാങ്സ്റ്റർ ടൈപ്പിലൊക്കെ എടുക്കുന്നതായിരിക്കും. മൊത്തത്തിൽ പടം വരുന്നത് 2027 പൊങ്കലിനാണ്. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. സിബി ചക്രവർത്തിയുടെ സംവിധാനമാണ്. രജനീകാന്ത് പ്രധാന നായിക വേഷത്തിലെത്തുമ്പോൾ കമൽഹാസൻ മഹേന്ദ്രന്റെ രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടറിയാം എങ്ങനത്തെ പടം വരുമെന്ന്. മിക്കവാറും 2 പേരും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. തമിഴ്നാടും കാത്തിരിക്കുന്നു, മലയാളികളും.